കെട്ട് തുടങ്ങാനായില്ലേ? ആ, ഒരു 10 മിനിറ്റ്. കെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇലയിടാലോ. ഇടാം. ആ, നിൽക്കണ്ട, കുടിക്കേ. എന്താ ഇത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പായസം. പായസം? ആ, പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല. താൻ പോയി കുടിക്കണം. അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവമാണ് സദ്യ ഞാൻ കുളം തോണ്ടും. ഞാൻ കുടിക്കാം. കുടിക്കേ. സാമ്പാറിൽ മണ്ണൂരിട്ടാ ആയില്ല, അയാൾ കുടിച്ചോളും. വെയിറ്റ് ചെയ്യ്. കുടിക്കേ. ചേട്ടാ നോക്കണ്ട, വട്ടന കുടിച്ചു. സന്തോഷമായില്ലേ? പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, വേറെ വട്ടിയാൻ തീർക്കും. ഇവിടുത്തെ ആരാന്നാ പറഞ്ഞ? ചേട്ടനോ? ഞാൻ ചെറുക്കനെ പറഞ്ഞു. ഞാൻ പെണ്ണിന്റെ ആയിരിക്കും. അത് ശരി, അപ്പൊ കുമ്മനായല്ലേ? ചേട്ടനും കുമ്മനാണല്ലോ. ഞണ്ണാൻ നേരത്ത് കാണാം. ആ, എന്നാ ഞണ്ണാൻ നേരത്തെ തന്നെ കാണാം. കാണാം. നിനക്ക് പ്രാന്താണ്. എന്താണോ തന്റെ മുഖത്ത് കണ്ണില്ലേ? 2 കണ്ണുകൊണ്ട് ചേച്ചി, ക്ഷമിക്കണം. ഇവിടുത്തെ ആരാ? ഞാൻ പെണ്ണിന്റെ ബന്ധു. ഞാൻ ചെറുക്കൻ്റെ രാഗന്ന ബന്ധു. ഇതൊരു കാര്യം, ഇന്നലെ പെൺകുട്ടിൻ്റെ സ്വഭാവത്തേക്ക് അറിഞ്ഞിട്ട് നടത്തിയാൽ മതിയായിരുന്നു. എന്നാലും ഈ ചെറുക്കനെ കൊണ്ട് ഈ പാവം പെൺകുച്ചിനെ കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. നിന്റെ ആങ്ങളെ കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ? സ്വർണവും ഇല്ല, 7 ദോഷവും കേൾപ്പിച്ച്. ഒന്ന് മാറുള്ളൂ. അതെ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിന്റെ അമ്മ എന്നെ തോളത്തെടുത്തോണ്ട് കേട്ടെ. ചെറിയ കൂട്ടുകാരെ പരിപാടി. പിന്നെ പെണ്ണിന്റെ അച്ഛനോ അച്ഛനില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരോ കയറുക. ചേട്ടാ, കല്യാണ ചെക്കൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോഴേ ചേട്ടൻ തോളിലെടുത്ത് പൊക്കണമെന്നോ അതിന്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയണ്ടല്ലോ. ഒന്നും വേണ്ട. അല്ല, അത് വേണം. സഞ്ജേട്ടാ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എടാ സുമേഷ്, പ്രമോദേ, വാ വാ വാ. എന്താണ്? വാ. താരുമാനെ, സഹോദരനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതെ, ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ? അല്ല, ഇപ്പൊ തന്നെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. സഞ്ജേട്ടാ വിളിക്കട്ടെ. ചേട്ടാ, ന്യൂ ജനറേഷൻ പിള്ളേർ ലൈൻ്റെയാണ്. പോടാ അവിടുന്ന്, വേറെ ആരെങ്കിലും വിളിക്കും. മനുഷ്യരവിടെ പിടിവിട്ട് നിൽക്കുമ്പോഴാണ് ഓരോരോ വേഷം കെട്ടും. അതെ, അളിഞ്ചല്ലേ ചക്കനെ തട്ടി തോളൊക്കെ ഇരിക്കും. നല്ല ഉഗ്രം ഫോട്ടോ ഉണ്ട്, നല്ല ഫോട്ടോഗ്രാഫാ. ചെല്ലുന്നു. നിങ്ങൾ എഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കയറി വാ. ഇവിടെ മുഹൂർത്തം എന്നൊരു സംഭവം ഉണ്ട്. ചേട്ടാ ഒന്ന് പറ, എന്നെ ഒന്ന് എടുക്കാൻ. ചെല്ല്, കല്യാണങ്ങൾ പൊഴുക്കട്ടെ. അല്ല, എന്തായി? ചേട്ടാ പറയാം. ഞാൻ മോനെ, ഈ തോളത്തോട്ട് കയറിക്കോ. ഇതല്ല, ഈ തോളത്തോട്ട് കയറിക്കോ. ഇങ്ങനത്തെ തോളല്ല. ഏത് തോളായാലും എന്താ? ഈ തോളെങ്കിൽ ഈ തോള്. വരട്ടെ? കിരൺ ചേട്ടൻ എന്ത് പരിപാടി കെട്ടിപ്പ് നടക്കൂട്ടാ? പേടിക്കണ്ട, ഇപ്പോൾ ഒരു ബോംബിടും. ബോംബാ? എന്ത് ബോംബ്? അളിയ വെക്കല്ലേ. ഞാനൊരു 1 2 3 പറയും. അപ്പൊ എല്ലാരും കൂടി യോ പറയണം. അളി ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞിട്ട് മതി. ഞാൻ പറയാം. 1 2 കൊച്ചായിരുന്നോ?
രാവിലത്തെ സാമ്പാറിന് പരിപ്പ് കൂടിയാ. ഇവിടെ നിന്നാണ് എന്താ കല്യാണ ചക്കൻ നോക്കി നന്നായിട്ട് തിരിക്കണം. എന്താണ് എന്താണ് കുഴപ്പമില്ലടാ മോനെ. എന്താ കുഴപ്പമില്ല. ഞാനൊന്നും പോട്ടെ പോട്ടെ, മുഹൂർത്തായി, കെട്ടിടക്കട്ടെ. ആര് കളിയായി ശരിയല്ലേ? എന്ത് കളിയൊക്കെ ചെയ്യരുന്നു, എന്ത് കളിയൊക്കെ ചെയ്യുന്ന ഞാനൊന്നുമല്ല. അത് പോട്ടെ മോനെ, വിട്. എന്ത് പോട്ടേന്ന്, എന്ത് പോട്ടേന്നാ താൻ നീ പറയണം. താനോ? കുടിച്ചിട്ട് അളയാ ചെറുക്കനെന്തൊരു അഹങ്കാരിയാണല്ലേ മോശം. അവളെ അമ്മാവും കൊണ്ടത് ബന്ധമല്ലേ, അനുഭവിക്കട്ടെ. മോനെ കൂടുതൽ അഹങ്കാരം കാണിക്കില്ലട്ടാ. അവൻ അഹങ്കാരം കാണിക്കും. അവൻ ദുബായിക്കാരനാ. ഇത്തിരി പോലെ സ്വർണ്ണം ഇട്ടിട്ട് അവൻ പാവായതുകൊണ്ടല്ലേ ഈ കല്യാണത്തിന് സംഭവിച്ചത്. അപ്പൊ അവൻ അഹങ്കാരം കാണിച്ചു. ഇടി നിന്റെ ആങ്ങളുടെ കണ്ടുപിടുത്ത ഇത്ര വൃത്തിയുടെ കുടുംബത്തിലാണ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് ആരാണോ തന്നെ ഈ ദുബായിക്കാരൻ? ഈ ശുഭമുഹൂർത്തത്തിൽ അബദ്ധം ഉണ്ടാക്കി വൃത്തിയായിട്ട കുടുംബക്കാര്. പെണ്ണിനെ പറ്റി പല കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ എന്താ കാര്യം അറിഞ്ഞു? തന്റെ മോനെ പറ്റി ഇതിനും 18 കാര്യം ഞങ്ങൾ അറിഞ്ഞു. എന്നെ പറ്റി ഇല്ല, എനിക്ക് എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ മോളാ. സന്ദീപ് പോട്ടെ, വിടാം വിടാം. താനിങ്ങോട്ട് മാറിക്കണോ, ഒരു കുടുംബക്കാരി സംസാരിക്കട്ടെ. ഈ ചെക്കൻ്റെ പ്രശ്നം ഉണ്ടാക്കില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. മാറി നിൽക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞത്. പെണ്ണിന്റെ ഓരോ എന്നാ കാര്യം അറിഞ്ഞത്? പിന്നെ തന്റെ ചെറുക്കൻ മറ്റേ കൊണച്ച ആളല്ലേ, ഒരു പെണ്ണിന് വേണ്ടി ചാവാൻ നടന്ന കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നീ എന്നല്ല പിന്നെ ചായ നടന്നത്. നിങ്ങളുടെ മകള് വെള്ളോട് കൂടെ പോയത് ഞങ്ങളെന്താ വേണ്ട? എന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാവുണ്ടല്ലോ. അമ്മോ, ആളിന്റെ പെർഫോമൻസ് ആണല്ലേ എന്റെ പൊന്നോ. ഇതിനെ അറിയാം. ഫസ്റ്റല്ലേ, ഫസ്റ്റിൽ ഇവിടെ കിടക്കണ്ടേ? 6, 7, 8 മഞ്ഞയല്ലേ എന്റെയാണ്.